തൃപ്പൂണിത്തുറ വൃശ്ചികോത്സവത്തിൽ രാവിലെ ശിവേലിക്ക് എഴുന്നള്ളിച്ചാൽ ഏകദേശം ഉച്ചയാവുമ്പോൾ അത് കഴിയും. അതിനുശേഷം മതിൽക്കകത്ത് നടക്കുന്ന പ്രധാന കലാപരിപാടിയാണ് ഓട്ടംതുള്ളൽ. പടിഞ്ഞാറേ നടയ്ക്ക് തെക്കുവശത്തായി 12 മണിയോടുകൂടി ആരംഭിക്കുന്ന ഓട്ടംതുള്ളൽ 3-4 കലാകാരന്മാരുടെ തുള്ളൽ കഥകൾ അവതരിപ്പിച്ച് കഴിയുമ്പോഴേക്കും വൈകുന്നേരമാകും. ഇത് തുള്ളൽ പ്രേമികൾക്കൊരു വിരുന്നാണ്. ഏതാണ്ട് 300 കൊല്ലം മുമ്പാണ് കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ എന്ന മഹാൻ ആവിഷ്കരിച്ച ജനകീയ കലാരൂപമാണ് സാധാരണക്കാരുടെ കഥകളി എന്നറിയപ്പെടുന്ന ഓട്ടംതുള്ളൽ. പ്രേക്ഷകരെ കൂടി പങ്കാളികളാക്കി, കഥാപാത്രങ്ങളാക്കി, ആക്ഷേപഹാസ്യവും നർമ്മവും ചേർന്ന് പാട്ടുപാടി ചടുല നൃത്തത്തോടുകൂടി അവതരിപ്പിക്കുന്ന ഒരു കലാരൂപമാണ് ഓട്ടംതുള്ളൽ. കഥകളിയുടെ വസ്ത്രാലങ്കാരവുമായി ചെറിയ സാമ്യമുണ്ട് ഓട്ടംതുള്ളലിന്. എങ്കിലും മാർമാലയും കഴുത്താരവും തോൾക്കൂട്ടവും വരത്തിക്കാമണിയും പിന്നെ അരയിൽ അമ്പലപ്പുഴ കോണകം എന്നറിയപ്പെടുന്ന തുണിനാടകൾ കൊണ്ടുള്ള പാവാടയും കരമുണ്ടും കാലിൽ ചിലങ്കയും ഉള്ള വേഷം, അതാണ് ഓട്ടംതുള്ളലിൻ്റെ പ്രത്യേകമായിട്ടുള്ള വസ്ത്രാലങ്കാരം. ഗണപതി താളത്തിൽ തുടങ്ങി ചമ്പതാളവും ചെമ്പടയും കർമ്മതാളവും കുംഭതാളവും ഒക്കെയായി ചിട്ടപ്പെടുത്തിയ കഥയിലെ ഭാഗങ്ങൾ അരങ്ങ് തകർത്ത് അങ്ങനെ ആടുന്നു. പോലെ വക്രം കുടവയറുമിയെന്നോരു ചാരുസ്വരൂപം ഓട്ടംതുള്ളൽ പലതും പറയും, അതുകൊണ്ടാർക്കും പരിഭവമരുത്.